10 പേരെ വിവാഹം കഴിച്ച രേഷ്മ 11ാമത്തെ വിവാഹ ശ്രമത്തിൽ കുടുങ്ങി. തിരുവനന്തപുരം റൂറലുള്ള ഒരു പഞ്ചായത്ത് അംഗത്തിനെ വിവാഹം കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഇങ്ങനെ കുടുങ്ങിയത്. എറണാകുളം കാഞ്ഞിരം മറ്റം സ്വദേശിയായ 2 കുട്ടികളുടെ അമ്മയാണ് രേഷ്മ. അവര് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 10 വിവാഹം കഴിഞ്ഞ് 11ാമത്തെ വിവാഹത്തിൽ പ്രവേശിച്ചപ്പോഴാണ് ആര്യനാട് പോലീസ് അത് വന്ന് തടഞ്ഞത്. ഇന്നലെ വിവാഹം ഓഡിറ്റോറിയത്തിലേക്ക് ഒരുങ്ങിപ്പോകാൻ നിന്ന രേഷ്മ പഞ്ചായത്ത് അംഗത്തിനെ വിവാഹം കഴിക്കാനിരുന്നതായിരുന്നു. അവര് ബ്യൂട്ടി പാർലറിലേക്ക് പോയ സന്ദർഭത്തിൽ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ബാഗ് സംശയം തോന്നിയ വരൻ്റെ സുഹൃത്തുക്കളും പരിശോധിച്ചു. ഇതുവരെ 10 വിവാഹം കഴിച്ചിരിക്കുന്നതായിട്ടുള്ള റെക്കോർഡുകൾ അതിൻ്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് പോലീസിലെ വിവരം അറിയിച്ചിട്ട് അവിടെ പോലീസ് എത്തി. ആര്യനാട് പോലീസ് വന്ന് വിവാഹം തടയുകയും ചെയ്തു. ഇവരുടെ മോഡസ് ഓപ്പറാൻഡി വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് പല പുരുഷന്മാരും വിവാഹം കഴിക്കുന്നത് അവർ നല്ല രീതിയിൽ സംസാരിച്ച് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം കാണുകയൊക്കെ ചെയ്ത് വിവാഹം ഉറപ്പിക്കും. അതിന് മാക്സിമം അവരെ വിവാഹത്തിന് പണവും പണ്ടവും ഒക്കെ വാങ്ങും. അത് കിട്ടിക്കഴിഞ്ഞാൽ വിവാഹത്തിൻ്റെ തൊട്ട് മുമ്പ് അയാൾ ഒളിവിൽ പോകും. അങ്ങനെ ഒരു മഹാനുണ്ട്. ധാരാളം വിവാഹം കഴിച്ച വിവാഹത്തിന് പെണ്ണ് കണ്ട ഒരാൾ വളരെയധികം സ്വത്തുകൾ അവരെ അടിച്ചു മാറ്റിയ അങ്ങനെ ഒരു ബിരുദനുണ്ട്. അതേ രീതിയിൽ ഒരു സ്ത്രീയും കൂടെ ഇപ്പം വന്നിരിക്കുന്നു. ഇവര് ഒരു വിവാഹം കഴിച്ചൊരു കുട്ടിയുണ്ട് ഇവർക്ക്. അതിന് അവര് പ്രയോഗിക്കുന്ന തന്ത്രം വളരെ രസകരമാണ്. അവര് ആര്യനാട് ഉള്ള ഒരു മെമ്പറെ, ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത വ്യക്തി, അവര് ഒരു ഗ്രൂപ്പിൽ വിവാഹ പരസ്യം അയാളുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തു. ആ ഗ്രൂപ്പിലേക്ക് ഒരു സ്ത്രീ വിളിച്ചു. അത് ഈ പ്രസ്തുത വധുവിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. അവര് അതുകൊണ്ട് മകളുടെ കൊടുക്കാം എന്ന് പറഞ്ഞ് മകളുടെ കൊടുത്തു. മകളുടെ ഫോൺ നമ്പർ കൊടുത്തു. അങ്ങനെയാണ് രേഷ്മ വരനുമായിട്ട് സംസാരിക്കുന്നത്. അതൊരു പുതിയൊരു തന്ത്രം തന്നെയാണ്. സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ, ഒരു പെൺകുട്ടിയെ നേരിട്ട് ബന്ധപ്പെടില്ലല്ലോ. അമ്മ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടെ ഉത്തരവാദിത്വം ഉണ്ടെന്ന് തോന്നും, അത് ചതിയൊന്നും ഇല്ലയെന്നും തോന്നും. അങ്ങനെ വിശ്വസിപ്പിക്കുന്ന രീതിയിലാണ് അമ്മ ആദ്യം വിളിക്കുന്നത് ആ നമ്പറിലേക്ക്. അമ്മയെ വിളിച്ചു കഴിഞ്ഞിട്ട് തമ്മിൽ കാണാം എന്ന് പറഞ്ഞു. അങ്ങനെ കോട്ടയത്തെ ഒരു മാളിൽ വെച്ച് 2 പേരും തമ്മിൽ കണ്ടു, സംസാരിച്ചു. വിവാഹം നടത്താം എന്ന് പറഞ്ഞു. അത് 4-ാം തീയതി, കഴിഞ്ഞ മാസം 4-ാം തീയതിയാണ്. 5-ാം തീയതി വീണ്ടും അവര് വിവാഹം നടത്താം എന്ന് ഇയാളുടെ അടുത്ത് പറഞ്ഞു. ഈ 5-ാം തീയതി അവര് ഈ വധുവിൻ്റെ സുഹൃത്തുക്കളും അല്ലെങ്കിൽ ആ പ്രതിശ്രുത വരൻ്റെ സുഹൃത്തുക്കളും തമ്മിൽ കണ്ടിരിക്കാം. എന്തായാലും ഇവളുടെ പിന്നിൽ ചില ആൾക്കാർ ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പഞ്ചായത്ത് അംഗം വിവാഹത്തിന് മുമ്പ് അവരെ സംസാരിച്ചപ്പം പറഞ്ഞു, തനിക്ക് തൻ്റെ അമ്മയ്ക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, മകളെ കെട്ടിച്ചയക്കാനും താല്പര്യമില്ല. പക്ഷെ അതുകൊണ്ട് ഇവരൊരു കൊച്ചിനെ എടുത്തു വളർത്തിയിട്ടുണ്ട്. അത് 2 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ മകളാണ്, ഇവരുടെ കുട്ടിയാണെന്നും പറഞ്ഞില്ല. വിവാഹം കഴിച്ചയക്കാൻ അമ്മയ്ക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് നീ വേണേ ഒരു കൊച്ചിനെ എടുത്തു വളർത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു കൊച്ചിനെ എടുത്തു വളർത്തി. അങ്ങനെയാണ് ഒരു കുട്ടിയുള്ളത്. അതിനെ സംരക്ഷിക്കണം, വേണേ അമ്മയെ ഏൽപ്പിക്കാം. അപ്പോൾ ഇവര് കല്യാണം കഴിച്ചിട്ടില്ല എന്ന് ബോധ്യം വന്നു. അങ്ങനെ വിവാഹത്തിന് തയ്യാറായി തിരുവനന്തപുരത്തേക്ക് വന്നു. വെമ്പായത്ത് വൈകിട്ട് ഒരു 5 മണിക്ക് ഇവരെത്തി. ആ സമയത്ത് പഞ്ചായത്ത് അംഗം അവിടെ ചെന്നു. പഞ്ചായത്ത് അംഗം സുഹൃത്തൂടെ ചെന്നു. അടുത്ത ദിവസം വിവാഹമായതുകൊണ്ട് പഞ്ചായത്ത് അംഗം അയാളുടെ സുഹൃത്തിൻ്റെ വീട്ടിലെ സ്ത്രീയാക്കി. അവരവിടെ രാത്രി താമസിച്ചു. അടുത്ത ദിവസം അവർ ബ്യൂട്ടി പാർലറിൽ പോയി ഒരുങ്ങി വിവാഹത്തിന് തയ്യാറായി പോകണം. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ സുഹൃത്തിന് ചില സംശയങ്ങളൊക്കെ ആയി. ഇവളൊരു തട്ടിപ്പുകാരിയാണോ സംശയം. പഞ്ചായത്ത് അംഗത്തിൻ്റെ വിവരം പറഞ്ഞു. പഞ്ചായത്ത് അംഗവും ഇവരും കൂടെ ഇവിടെ അടുത്ത ദിവസം രാവിലെ അവൾ ഒരുങ്ങാനായിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് പോയി. ഈ സമയം
അവളുടെ കൈവശമുള്ള ബാഗ് എടുത്തൊന്ന് പരിശോധിച്ചു. അതിനു മുമ്പ് ഇവള് വിവാഹം കഴിച്ച 8 വിവാഹത്തിന്റെ ചില ഡീറ്റെയിൽസ് അതിൻ്റെ അത് കിട്ടി. ബ്യൂട്ടി പാർലറിൽ പോയി ഇറങ്ങി വന്നിട്ട് കല്യാണത്തിന് അവർ ഓഡിറ്റോറിയത്തിൽ പോകുന്നതിന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആര്യനാട് പോലീസ് എത്തി അവരെ അറസ്റ്റ് ചെയ്തു. കല്യാണം വിലക്കി. നിരന്തരം കല്യാണം കഴിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് പോലീസിന് ഇവരെ പറ്റി മനസ്സിലായത്. അവരുടെ തന്ത്രപരമായ സംസാരവും അതുപോലെ തന്നെ തന്ത്രപരമായ നീക്കവും, തൻ്റെ കുട്ടിക്ക് എടുത്തു വളർത്തിയ കുട്ടിയാണെന്ന് പറഞ്ഞപ്പം ആ വരുന്ന പുരുഷന് വലിയ വിഷമമൊന്നും തോന്നിയിട്ടുണ്ടാവില്ല. കുട്ടി വളർത്തിക്കോട്ടെ, അവളുടെ കുട്ടിയല്ലല്ലോ, എടുത്തു വളർത്തിയ കുട്ടിയല്ലേ, അവൾ വിവാഹം കഴിച്ചതല്ലല്ലോ എന്നൊക്കെയുള്ള ഒരു സാമാന്യ ബുദ്ധിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനോടൊക്കെ യോജിച്ചു പോകുന്നുണ്ട്. ഇതിനിടയിൽ യുവതിയുടെ പെരുമാറ്റത്തെ സംശയം എന്നതാണ് പഞ്ചായത്ത് അംഗത്തിൻ്റെ സുഹൃത്തിന് ഒരു ഇതിലെന്തോ പന്തികേടുണ്ട് എന്ന് തോന്നിയത്. എന്തായാലും ഈ ഒരു സംഭവം വളരെ രസകരമായിരുന്നുണ്ട്. അവള് ഇപ്പൊ നിരാശപ്പെട്ട് 10 വരെ വിവാഹം കഴിച്ചതിന് റെക്കോർഡ് ഇടാൻ പറ്റിയിട്ടുള്ളൂ. അതങ്ങ് തുടർച്ചയായിട്ട് പോയാണ്. എല്ലാ മാസവും ഒരു വിവാഹം എന്ന തോതിലാണ് അവര് പലരിലും വിവാഹം കഴിച്ചത്. രസകരമായ മറ്റൊരു കാര്യം, ഈ വിവാഹത്തിന് ശേഷം അടുത്ത മാസം മറ്റൊരു വിവാഹം നടത്താനുള്ള വാക്കുകൊടുത്ത് അത് കല്യാണത്തിന്റെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയ വിവരങ്ങളും ഈ അവരുടെ ബാഗിനുള്ളിലെ പേപ്പറിൽ നിന്ന് ലഭിച്ചിട്ടുമുണ്ട്. വളരെ രസകരമായ ഒരു സംഭവമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ സ്ത്രീകളെ 1-2 വിവാഹം കഴിച്ചവരെ കാണും. നിരന്തരം എല്ലാ മാസവും പോയി വിവാഹം കഴിച്ച് അങ്ങനെ നടക്കുന്ന ഒരു സ്ത്രീയെ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാഞ്ഞിരമറ്റംകാരിയാണ് ഇവര് ഈ വിവാഹം നടത്തി. പക്ഷെ അവര് നേരത്തെ വിവാഹം കഴിച്ച് ഡൈവോഴ്സായി. പുരുഷന്മാരോടുള്ള വിരോധം കൊണ്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അതിൽ 2 വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടല്ലോ. ആ കുട്ടി തൻ്റെ കുട്ടിയല്ലെന്നും അത് അമ്മ എടുത്തു അനുവദിച്ച കുട്ടിയാണെന്നും വിവാഹം കഴിക്കുന്നതിന് തടസ്സമില്ല എന്നും വിവാഹം കഴിക്കുമ്പോൾ കുട്ടി തടസ്സമാണ് പറയുന്നവർക്ക് കുട്ടിയെ അമ്മയെ ഏൽപ്പിക്കാവല്ലോ ന്യായമായ വിവാഹം കഴിക്കുന്ന ആൾക്കാർ ചിന്തിക്കാൻ സാധ്യതയുള്ള കാര്യത്തിലേക്ക് ഇവര് പറഞ്ഞ് മനസ്സിലാക്കി അവരെ തൻ്റെ വരുതിക്കാക്കുന്ന രസകരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് ഇതുപോലെയുള്ള വിവാഹം കഴിക്കാനും പല ആൾക്കാരുമായിട്ട് സൊള്ളി നടക്കാനും പല ആൾക്കാരും വിവാഹത്തിന് ശേഷം ഒരാഴ്ച താമസിച്ചിട്ട് മുങ്ങുന്ന സ്ത്രീകളും ധാരാളമുണ്ട് സമൂഹത്തിൽ. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കണം. പുരുഷന്മാരെ സ്ത്രീകളെയും ഒരുപോലെ ശ്രദ്ധിക്കണം. തട്ടിപ്പ് രംഗത്ത് പുരുഷന്മാരും ഉണ്ട് സ്ത്രീകളും ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്.